ഓക്കെ ക്ലാസ് എടുക്കും. കരയില്ല കരയില്ല കരയില്ല. ഇല്ല 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 ഇല്ല. റിയലി സോറി റിയലി സോറി. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ബോഡി ഷേമിങ് ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ലാഭമാണ് ലഭിക്കുക? ഒരുപാട് ബോഡി ഷേമിങ്ങിന് ഇരയായിട്ടുള്ള വ്യക്തിയാണ് കേട്ടോ ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കണ്ടന്റ് എടുത്ത് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ പത്തരമാറ്റ് സീരിയലിലെ അബി എന്ന ക്യാരക്ടർ ചെയ്യുന്ന ആകാശ് മുരളി അങ്ങനെയാണെന്ന് ആ പയ്യൻ്റെ പേര്. അപ്പം ആ പയ്യൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിൽ ആ പയ്യനെ ഒരുപാട് പേര് ചാന്തുപൊട്ട് 9 പിന്നെന്താ അങ്ങനെയൊക്കെ ഒത്തിരി പേരുകളാണ് ഒരുപാട് പേരുകൾ വിളിക്കുന്നതായിട്ട് ആ പയ്യൻ പറയുന്നുണ്ട്. പക്ഷേ എന്താണ് ഇതിൻ്റെ പോസിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ വിളിക്കുന്നതിൽ ഞാൻ ഒട്ടും ബോധേഡ് അല്ല എന്നുള്ള മൈൻഡിലാണ് കേട്ടോ ആ കുട്ടി ഇൻ്റർവ്യൂവിന് മറുപടി പറയുന്നത്. കാര്യം അതൊക്കെ പറയുന്നത് അവരുടേതായ രീതി. അതൊന്നും കേൾക്കാത്ത രീതിയിൽ നിൽക്കേണ്ടത്, കേട്ടാലും അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് നമ്മുടെ അബിയുടെ രീതി. അബി എന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്തരമാറ്റ് സീരിയൽ എനിക്ക് നല്ല റേറ്റിംഗുള്ള സീരിയലാണ്. ആ സീരിയലിൽ അബി എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. കാര്യം നെഗറ്റീവ് ക്യാരക്ടറാണ് ചെയ്യുന്നത്. ആ സീരിയൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനോട് ഭയങ്കര ദേഷ്യമൊക്കെ തോന്നുമെങ്കിലും പക്ഷെ ആള് വളരെ സിമ്പിളാണ്. നല്ല നർത്തകനാണ്. അപ്പം നർത്തകനായതുകൊണ്ട് തന്നെ ആളെ ഒരുപാട് ഇങ്ങനെ ബോഡി മുഖത്തൊക്കെ നല്ല എക്സ്പ്രഷൻസും അതുപോലെ തന്നെ എപ്പോഴും കുറച്ച് ഒരുങ്ങിയൊക്കെ നടക്കും. ഈ ഡാൻസിന് പോകുന്ന ആളുകൾ കണ്ടറിയായിരിക്കും അവർ കുറച്ചും കൂടെ ഒക്കെ മേക്കപ്പ് മാത്രമല്ല അവർ നല്ലതുപോലെ അവരെ ശ്രദ്ധിക്കുന്ന ആളുകളായിരിക്കും. നല്ലതുപോലെ ഒരുങ്ങി നടക്കാനൊക്കെ എപ്പോഴും ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഡാൻസ് ഫീൽഡിൽ ആൺകുട്ടികൾ വളരെ കുറവാണ്. ഉള്ളവർ നല്ല തിളങ്ങി നിൽക്കുന്ന സ്റ്റാറുകളും ആയിരിക്കും. ഇപ്പം എൻ്റെ മോള് ഡാൻസ് പഠിക്കുന്നുണ്ട്. എൻ്റെ മോളെ പഠിപ്പിക്കുന്ന ഒരു പയ്യനാണ് രാധുൽ കൃഷ്ണൻ എന്ന് പറഞ്ഞൊരു പയ്യനാണ്. നല്ല അടിപൊളിയായിട്ട് അസാധ്യമായിട്ട് ഡാൻസ് കളിക്കുന്ന ഒരു പയ്യനാണ് കേട്ടോ രാധുൽ കൃഷ്ണൻ എന്ന് പറഞ്ഞത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ വ്യക്തിയും, അതായത് അബി നന്നായിട്ട് ഡാൻസ് കളിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് അബിയുടെ ഇൻ്റർവ്യൂവിൽ അബി പറയുന്നുണ്ട്, വീഡിയോയിൽ പറയുന്നുണ്ട്, എന്നെ പോലെ ഒന്ന് എക്സ്പ്രഷൻ ചെയ്യാൻ അവർക്ക് സാധിക്കുമോ, എന്നെ പോലെ നല്ലപോലെ ഡാൻസ് കളിക്കാൻ സാധിക്കുമോ? ശരിയാണ്, സാധിക്കുമോ? ഈ പറയുന്നവർക്ക് ഇങ്ങനെ വെറുതെ ചാന്തുപൊട്ടെ 9 വിളിക്കാൻ പറ്റും? അവരെ പോലെ ഒരു മൂവ്മെന്റ് ചെയ്ത് കാണിക്കാൻ പറ്റും? ജെതി അത് പറയുന്നുണ്ട്, ജെതി ചെയ്ത് കാണിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. ചുമ്മാ ഇങ്ങനെ കുറ്റം പറയാൻ എല്ലാവർക്കും സാധിക്കും. പക്ഷേ ഇങ്ങനെ ഒരാളെ ആരെയും മോട്ടിവേറ്റ് ചെയ്യരുത്. അതായത് പോസിറ്റീവായിട്ട് ആരോടും പറയില്ല. എല്ലാവരും ഇങ്ങനെ നെഗറ്റീവ് അടിച്ച് നശിപ്പിക്കാൻ മാത്രമേ നമുക്ക് ഈ സൊസൈറ്റിയിൽ ഒരു കൂട്ടം ആളുകൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ഇപ്പം നമുക്കും ധാരാളം നെഗറ്റീവ് കമൻസുകൾ വരും. ഞാനൊക്കെ ആണെങ്കിൽ യൂട്യൂബിൽ തുടക്കമാണ്, എനിക്കൊന്ന് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊന്നും വ്യക്തമായിട്ട് അറിയില്ല. എഡിറ്റിംഗ് ആയാലും തമ്പനയിൽ സെറ്റ് ചെയ്യുന്ന ആയാലും ഒന്നും. അപ്പം നമ്മുടെ വീഡിയോസിൽ എന്തെങ്കിലും ഒരു പിഴവ് വന്നു കഴിഞ്ഞാൽ അത് ഇങ്ങനെ അല്ല കേട്ടോ, ഇങ്ങനെ മാറ്റി ചെയ്യണം എന്ന് പറയുന്നതിന് പകരമായിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടത് ഉയർത്തി കാണിച്ചുകൊണ്ട് നീയൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് വരും. അതായത് ഞാൻ പറഞ്ഞു എൻ്റെ കഴിഞ്ഞ വീഡിയോയിലും പെരിങ്ങോട്ടുകരയിലെ ഒരു വീഡിയോ വന്ന സമയത്ത് അത് ന്യൂസിൽ വന്നത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. അല്ല ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ല. അത് ന്യൂസിൽ എന്താണോ പറഞ്ഞത് ആ കാര്യം മാത്രമേ ഞാനിവിടെ പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് പോലും എനിക്ക് എന്തെങ്കിലും കമൻറ്റുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മ്ലേച്ഛകരമായിട്ടുള്ള കമൻറ്റുകളാണ്. ഒരുപാട് തെറി കമൻറ്റുകളൊക്കെ ഞാനങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. കാര്യം എനിക്ക് തന്നെ വിഷമമാണ്. ഞാൻ പിന്നെ അതിന് ആലോചിക്കും, എന്ത് വേണം, വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയണോ, അങ്ങനെയൊക്കെ ഇരുന്ന് ആലോചിക്കും. പിന്നെ എന്തിനാണ്, ഞാനായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല അതിനകത്ത്. അതിൽ പറഞ്ഞേക്കുന്ന ആ ഒരു സംഭവം ഇൻസിഡന്റ് എടുത്ത് വെച്ചിട്ട്, അതായത് ആ ഒരു സമയത്ത് കർണാടകയിലുള്ള ആ സ്ത്രീ കൊടുത്തിരിക്കുന്ന ആ വോയിസ് ക്ലിപ്പും അത് ക്രിയേറ്റ് ചെയ്താണ് നമുക്കറിയില്ലല്ലോ. ആ സമയത്ത് നമ്മളതിൽ പറയുന്നുണ്ട് ഇതിലെ പുതിയ അപ്ഡേറ്റുകൾ വരും, എന്താണ് സത്യമെന്ന് നമുക്കറിയില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്പൂതിരി, അതിൽ അവർ ബ്രാഹ്മിൻസ് ആണ്. ഞാൻ അമ്പലത്തിൽ പോയിട്ടില്ല. എനിക്ക് അമ്പലത്തെ കുറിച്ച് വ്യക്തമായിട്ട് നല്ല ഭംഗിയുള്ള ക്ഷേത്രമാണെന്ന് മാത്രമേ അറിയുള്ളൂ. അവിടെ പൂജിക്കുന്നത് ബ്രാഹ്മിൻസ് ആണോ അല്ലയോ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ അതിൽ പറഞ്ഞപ്പോൾ ബ്രാഹ്മിൻസിന്റെ പേരോ നമ്പൂതിരിന്നോ അങ്ങനെ എന്തോ ഉപയോഗിച്ചു. അത് വെച്ചിട്ട് എന്നെയാണെങ്കിൽ ഇപ്പോഴുള്ള എല്ലാ വീഡിയോസിലും വന്നിട്ട് ആ ഒരു കാര്യം പറഞ്ഞ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഡെയിലി എനിക്കത് വിഷമമാണെയോ, ഞാൻ അങ്ങനെ ചെയ്തല്ലോ, തെറ്റ് ചെയ്തല്ലോ. എന്നിട്ട് പല കമന്റ്സുകൾക്ക് മറുപടി പറഞ്ഞു, സോറി അറിയാതെ പറ്റിയതാണെന്ന് ക്ഷമയൊക്കെ പറയുന്നുണ്ട്. എന്നാൽ പോലും വീണ്ടും ഇങ്ങനെ നമ്മളിങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അതുപോലെ തന്നെയാണ് ഈ ഒരു ആരെടുത്തും എങ്ങനെ വേദനിപ്പിക്കാം, ആളുകളെ എങ്ങനെ നെഗറ്റീവ് ആക്കാം എന്ന് ചിന്തിച്ചു തുടങ്ങുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് കേട്ടോ. എന്തായാലും നമ്മുടെ അബിയുടെ അമ്മയായിട്ട് അഭിനയിക്കുന്ന വ്യക്തിയും കൂടെ ചേർന്നിട്ട് കൊടുക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പ് ഉണ്ട്. നമുക്ക് ആ വീഡിയോ ക്ലിപ്പ് ജസ്റ്റ് ഭാഗം ഒന്ന് കണ്ടിട്ട് വരാം. റീൽസൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേന് അതിൻ്റെ അകത്ത് വരുന്ന ഒരു കമൻറ്റ് ഉണ്ട്, ആകാശിനെ കണ്ടു കഴിയുമ്പോഴത്തേനും ഒരു ചാമ്പൊട്ട് ലുക്ക് ഉണ്ടെന്നും പറഞ്ഞ് കമൻസ് കാണുന്നു. അത് അവർക്ക് തോന്നുന്നതായിരിക്കാം. അത് ഞാൻ കുറേ കാണാറുണ്ട്. ഞാൻ മനസ്സിലാക്കിയത്തോളം ഞാൻ ക്യാരക്ടർ വൈസ് സ്ക്രീനിൽ എന്താണ് അത് മാത്രമാണ് എനിക്ക് എക്സ്ട്രാ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ ചാന്തുപൊട്ടാവട്ടെ, 9 ആവട്ടെ, അലി ആവട്ടെ, നൊസ്സാവട്ടെ, എന്തോ പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചോളം എനിക്കൊരു ആ ഒരു പ്രശ്നമേ ഇല്ല. കാരണം എനിക്ക് വേണ്ടി അവർ ടൈം സ്പെൻഡ് ചെയ്യുന്നില്ലേ.
അവർ കമൻറ്റ് ചെയ്യാൻ കൊടുക്കുന്ന ആ ഒരു അവരെ വാല്യുബിൾ ടൈം എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണമെങ്കിൽ അത് ഞാൻ ഗ്രേറ്റ് കാര്യമായിട്ട് വിചാരിക്കും. ഇപ്പം ഞാൻ 9 ആവട്ടെ, ചാന്ത് പൊട്ടായിക്കോട്ടെ, എന്ത് വിളിച്ചാലും ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരിടം ചെയ്യാനില്ല. കമൻറ്റ് ചെയ്യുന്ന ആൾക്ക് പലരും രീതിയിലും കമൻറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങളെ പറ്റിയാലും ഇപ്പം എന്നെ പറ്റില്ല, ഇപ്പം ഇവളെ പറ്റിയാലും മോശമായിട്ട്. കാരണം എന്നെക്കുറിച്ചും എൻ്റെ പേഴ്സണൽ കാര്യങ്ങളെക്കുറിച്ച് അറിയാത്ത വ്യക്തി എന്നെക്കുറിച്ച് ഒരു കമൻറ്റ് ചെയ്യുമ്പോൾ അവന് അല്ലെങ്കിൽ അവളെ പറ്റി ഞാൻ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഞാൻ 9 ആയിക്കോട്ടെ, അവർക്കിപ്പോൾ എന്നെ 9 ആയിട്ടാണ് കാണാൻ ആഗ്രഹമില്ല, അത് കണ്ടോട്ടെ. ഞാൻ ചാന്ത് പൊട്ടാണെങ്കിൽ അത് കണ്ടോട്ടെ. എന്നെ സംബന്ധിച്ച് എനിക്കൊരു പ്രശ്നമല്ല. വെയിറ്റ്, അയ്യോ എന്നെ അല്ലല്ല, ഞാൻ എവിടെയല്ല ഞാൻ പറയും. കാരണം വെച്ചാൽ ഞാൻ അധ്വാനിക്കുന്നു. രാവിലെ 6 മണി മുതൽ രാത്രി 11 മണി വരെ ഞാൻ അധ്വാനിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ കഷ്ടപ്പാടാണ്, എൻ്റെ വേർപ്പിൻ്റെ പൈസയാണ്. അത് ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ സമ്പാദിക്കുന്നു, ഞാൻ ജീവിക്കുന്നു. നോ വൺ ടു ഗിവ് എനി ആൻസർ. നീ എന്നെ 9 ആയിട്ട് എന്നെ കാണണം, ഞാൻ 9 ആയിക്കോട്ടെ. ഞാൻ ചാന്ത് പൊട്ടാണ്, ഞാൻ ചാന്ത് പൊട്ടെ, നിങ്ങൾ കണ്ടോ. എന്നെ സംബന്ധിച്ച് എനിക്ക് പ്രശ്നമേ അല്ല. ഉള്ളിൽ പറയുകയാണെങ്കിൽ വേറെ ഞാൻ പറയും, അതിൽ കൂടി ഞാൻ പറയാൻ പോവില്ല. കാരണം അതൊക്കെ നിങ്ങളുടെ കോൺസെപ്റ്റ്. എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ ഡാൻസിനെ സ്നേഹിക്കുന്ന, എൻ്റെ ഓരോ എക്സ്പ്രഷനെ സ്നേഹിക്കുന്ന ആയിരക്കണക്കിന് ജനങ്ങളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത്, അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ആക്ട് ചെയ്യുന്നു. പേഴ്സണൽ ലൈഫിൽ എനിക്ക് ആക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് ഞാൻ ഒരു കാര്യം പറഞ്ഞത്. എനിക്ക് ഒരു പാർട്ട്ണർ വേണമെന്ന് പറയുമ്പോൾ ഞാൻ എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരാൾ ഉണ്ടെങ്കിൽ എനിക്ക് മതി. ഇന്നും പറഞ്ഞ് ഇല്ല എന്ന് പറഞ്ഞ് എൻ്റെ ലൈഫ് ഞാൻ മൊത്തം അങ്ങനെ വിഷമിച്ച് ജീവിക്കുന്ന ഒരാളല്ല. ഞാൻ കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ആ കഷ്ടപ്പാടിൻ്റെ ഫലം അനുഭവിച്ച് തീർക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ഇപ്പം എനിക്ക് ആരെന്ത് പറയാം, ചാന്ത് പൊട്ടല്ലേ എന്ത് പറഞ്ഞോട്ടെ, അതിൽ അവർക്ക് സന്തോഷം കണ്ടെത്തുന്നുണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാനാണ് എൻ്റെ ജീവിതം. അതെനിക്കിപ്പോൾ ആദ്യം അഡ്വൈസിൻ്റെ ആവശ്യമില്ല. ഓപ്പോസിറ്റിൽ ആൾക്കാർ എന്നെ പറഞ്ഞ് നീ പണിയൊക്കെ പോടാന്ന് പറഞ്ഞ് എൻ്റെ കാര്യം നോക്കി ഞാൻ പോകും. അതാണ് ഞാൻ ആരും എൻ്റെ ലൈഫിൽ എൻ്റെ അമ്മൂമ്മ എന്നുള്ള വ്യക്തി, ഇപ്പം അമ്മൂമ്മയില്ല, അമ്മൂമ്മ മരിച്ചതിന് ശേഷം ഒരു മനുഷ്യൻ ഞാൻ വഹ വയ്ക്കില്ല. എന്നോട് സ്നേഹമാണോ സ്നേഹം, എന്നോട് ഇഷ്ടമല്ലേ ഞാൻ അടി പഴക്കണ്ടൊന്നും പോകില്ല. അവിടെ അപ്പം കട്ടിയതിന് എൻ്റെ കാര്യം നോക്കി ഞാൻ പോകും. പിന്നെ അവരായിട്ട് യാതൊരു ബന്ധം സസ്റ്റെയിൻ ചെയ്യാതെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം എൻ്റെ സന്തോഷത്തിൽ ഞാൻ അവരെ സന്തോഷിപ്പിക്കാറുണ്ട്. അല്ലാണ്ട് എന്നെക്കുറിച്ച് ഇപ്പം നിങ്ങൾ 9 എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ ക്ലാപ്പ് ചെയ്ത് ഞാൻ പോയിട്ടേ ഇരിക്കും. കാരണം ഇത് എൻ്റെ കരിയറിനെ ഒരിക്കലും ബാധിക്കാൻ പോകുന്ന വിഷയമേ അല്ല. അങ്ങനെ ആൾക്കാരെ എനിക്ക് വേണ്ട. അതുകൊണ്ട് എനിക്ക് നോ ഇഷ്യൂസ്. ഞാൻ 9 ആയിക്കോട്ടെ. ബിക്കോസ് ഓഫ് ഡാൻസർ എല്ലാവരും 9 ചാന്ത് പൊട്ടാണ് എന്നുള്ളതല്ല. ഡാൻസറിന് ഈ കമൻറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എന്നെ പോലെ ഒരു ജതി പറയാൻ പറ്റുമോ, താളം തട്ടി ജതി പറയാൻ പറ്റുമോ, എന്നെ പോലെ ഒരു ഡാൻസ് കളിക്കാൻ പറ്റുമോ, എന്നെ പോലെ ഒരു എക്സ്പ്രഷൻ ചെയ്യാൻ പറ്റുമോ? പറ്റൂല. അവനില്ലാത്ത കഴിവ് എനിക്കുണ്ട്. ഞാൻ എവിടെയും തല ഉയർത്തി നിൽക്കും. ലക്ഷങ്ങൾ ഞാൻ പേയ്മെൻറ്റ് വാങ്ങിച്ചാണ് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് ഇപ്പോൾ എനിക്ക് ഒരുത്തനും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇനി ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾക്ക് എന്നെ ചാന്ത് പൊട്ടെന്ന് വിളിക്കണോ, 9 വിളിക്കണോ, നൊസ് ഏത്, ഇനി LGBT ക്വയറിൽ ഇനി എന്തെങ്കിലും ഒരു പുതിയ വാക്കുകൾ നിങ്ങൾ കണ്ടുപിടിക്കാനുണ്ടോ നിങ്ങൾ വിളിച്ചോളൂ. ഇതൊന്നും എന്നെ സംബന്ധിക്കുന്ന പ്രശ്നമേ അല്ല. LGBT എനിക്ക് എത്രയോ പേര്, എനിക്ക് ഗേസിനെ അറിയാം, ലെസ്ബിയൻസിനെ അറിയാം, ട്രാൻസ്ജെൻഡേഴ്സിനെ എല്ലാവരും ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടായിട്ട്, ഈവൻ സ്മിതയ്ക്ക് പോലും എത്ര പേരുണ്ട്. ഞങ്ങളുടെ പേഴ്സണലായിട്ടുള്ള ഫ്രണ്ട്സാണ് രഞ്ജുമാർ, ബാക്കിയുള്ള ജാൻമണി, എല്ലാവരും. ഇനി ഏവം പറഞ്ഞാലും എനിക്ക് മാസമല്ല, ഞാൻ പച്ചയ്ക്ക് മുഖത്ത് നോക്കി, എനിക്ക് അതിനെ സംബന്ധിച്ച് പ്രശ്നമേ അല്ല. പച്ചയ്ക്ക് ഞാൻ മുഖത്ത് നോക്കി പറയും. കാരണം ഞാൻ അത്രയും കഷ്ടപ്പെട്ട് വന്നൊരു വ്യക്തിയാണ്. കണ്ടല്ലോ നിങ്ങൾ ഈ വീഡിയോ ക്ലിപ്പ്. ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി? നല്ല സെൽഫ് മോട്ടിവേറ്റഡ് ആണല്ലേ അദ്ദേഹം. അതായത് ഒരു തരത്തിലുള്ള ആരിനി എന്നെ പറഞ്ഞാലോ അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല, നിങ്ങൾ പറഞ്ഞിട്ട് പൊക്കോളൂ എന്നുള്ളൊരു മൈൻഡാണ്. സത്യം പറഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ ഒരു മൈൻഡിലാണ് കേട്ടോ മുന്നോട്ട് പോകേണ്ടത്. അങ്ങനെ ഒരു മൈൻഡിൽ നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മളെ ആർക്കും തോൽപ്പിക്കാൻ സാധിക്കില്ല. അല്ലാതെ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൊണ്ടേ വിഷമിക്കും. ഇപ്പം എൻ്റെ ഒരു ക്യാരക്ടർ അനുസരിച്ച് എന്നെ ആരെന്ത് പറഞ്ഞാലും എനിക്കത് ഭയങ്കര വിഷമമായിരിക്കും. ഞാൻ ഇങ്ങനെ ആലോചിക്കാൻ പല വേർഷനിൽ ആലോചിക്കുക. എത്ര സമാധാനപ്പെടാൻ ശ്രമിച്ചാലും എനിക്ക് സാധിക്കില്ല കേട്ടോ. എൻ്റെ ഓരോ വീഡിയോയ്ക്ക് താഴെ വരുന്ന നെഗറ്റീവ് കമൻറ്റ്സ് കാണുമ്പോഴും എനിക്ക് എൻ്റെ വിഷമങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കും. ഒരിക്കലും എനിക്ക്, പക്ഷേ ഈ ഒരു ഇൻ്റർവ്യൂ കണ്ടതിന് ശേഷം എനിക്ക് തോന്നി എന്തിനാണ് ഞാൻ വിഷമിക്കുക, എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു. അത് ഇപ്പം 10 പേരെ കാണുന്നുള്ളൂ, 10 പേര് കണ്ടാൽ മതി, അവർക്ക് ഇത്രയും പേര് കാണുന്നുണ്ടല്ലോ, അത്രയും മതി. അപ്പം അത് നെഗറ്റീവ് അടിക്കുന്നത് ഞാൻ ഇന്നൊരു വീഡിയോ കണ്ടപ്പോൾ അത് കണ്ടായിരുന്നു. ഇവിടെ കൊണ്ടിടുന്ന കമൻറ്റ്സ് അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്താണ് വേറെടുത്തിരുന്നത്. ഇവർക്ക് ടൈപ്പ് ചെയ്യാൻ പോലും വയ്യ. ഇവർ കോപ്പി പേസ്റ്റ് ചെയ്ത് പോവുകയാണ്. ഇവരൊന്നും നമ്മളെ എങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യണം, നമ്മളെ വിഷമിപ്പിക്കണം, നമ്മളെ ഇതിൽ നിന്ന് എങ്ങനെ മാറ്റാം എന്ന് ചിന്തിച്ച് മാത്രമാണ് മുന്നോട്ട് പോകുന്നത്. അല്ലാതെ ഇവർക്ക്
ഇതുകൊണ്ട് എന്താണ് ഗുണം, അല്ലെങ്കിൽ എന്തെങ്കിലും മെസ്സേജ് പാസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതുപോലെ ഒറ്റ കാര്യം ചെയ്യട്ടെ, നിങ്ങൾക്ക് ഇങ്ങനെ ക്യാമറയെ ഫേസ് ചെയ്ത് നിങ്ങൾക്ക് ഇങ്ങനെ ആളുകളുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കാൻ ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് 10 മിനിറ്റ് വേണം, 2 മിനിറ്റ് നിങ്ങൾക്ക് ഇങ്ങനെ അഭിമുഖീകരിച്ച് സംസാരിക്കാൻ സാധിക്കുന്നുണ്ടോ? പിന്നെ അങ്ങനെ ചെയ്യുന്നവർക്ക് ചെറിയ ചെറിയ പോരായ്മകളുണ്ടാവും, അതിനെ ഇങ്ങനെ വിമർശിക്കാതെ അവർക്ക് എന്തൊക്കെ പോരായ്മകളാണെന്ന് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പം ഈ ആർക്കെങ്കിലും സെൽഫ് മോട്ടിവേഷൻ ആവശ്യമുള്ള സാഹചര്യങ്ങൾ എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോ കണ്ടാൽ മതി കേട്ടോ. കാര്യം അതിൽ തന്നെ മുഖത്ത് നോക്കി പറഞ്ഞാൽ പോലും തനിക്കത് പ്രശ്നമില്ല. ഞാൻ 6 മണിയോട്ട് കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്, 6 മണിയോട്ട് 6 മണിയോട്ട് ഞാൻ ജോലി ചെയ്യുന്നുണ്ട്, ആ ജോലി തന്നെ ഞാൻ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. അതിൽ മറ്റുള്ളവരെ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. സത്യമാണ്, ആർക്കും ഒരു രൂപയും വെറുതെ കൊടുക്കുന്നില്ല. എങ്ങനെയെങ്കിലുമൊക്കെ ഏൺ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനെ എല്ലാവരും ഇങ്ങനെ ഇടങ്കോലിടുകയാണ് ചെയ്യുന്നത്. എല്ലാവർക്കും അവരുടേതായ കഴിവുകളുണ്ട്. ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന രീതിയിൽ മാത്രമേ അവരൊക്കെ അവരുടെ ഫിസിക്കൽ അപ്രോച്ചൊക്കെ കാണുള്ളൂ. ആ ഒരു നമ്മുടെ ബോഡി ഇപ്പം പറയുന്നത് പോലെ ഇത്ര ഭയങ്കര ഗ്ലാമർ ഉള്ളവരെ മാത്രം ശ്രദ്ധിക്കുന്ന ഒരു സമൂഹമാണ് കേട്ടോ നമ്മുടെ. കഴിവിനെ കാട്ടി ഇവിടെ പ്രാധാന്യം സൗന്ദര്യത്തിന് തന്നെയാണ് കേട്ടോ. അത് ഒരുപാട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഞാൻ വിഷയത്തിൽ നിന്ന് മാറിപ്പോകുന്നുണ്ട്. ഈ ഒരു വിഷയം വന്നപ്പോഴത്തേക്കും എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ് പറഞ്ഞത്. എന്തായാലും ഞാനൊരു എന്താ പറയണ്ട ഒരു ബിഗ് ഹാൻഡ് അല്ലെങ്കിൽ ഒരു ബിഗ് ക്ലാപ്പ് തരുന്നുണ്ട്. ഇങ്ങനെ വേണം മുന്നോട്ട് പോകാനായിട്ട്. എല്ലാവർക്കും ഇതൊരു മോട്ടിവേഷൻ ആയിരിക്കണം. കാര്യം ആര് നമ്മുടെ മുന്നിൽ എന്ത് പറഞ്ഞാലും അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. കാരണം ഇത് തെറ്റായി നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ സ്വീകരിക്കുക, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയാതെ നമ്മളെ ഏഷ്യത്തില്ല, നമ്മളത് ബാധിക്കില്ല എന്ന് കരുതി മുന്നോട്ട് പോകണം എന്നേ ഉള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോ കാണുന്ന എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.